ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാഷ് ക്യാം ഇന്ന് നമ്മൾ ഈ കാറിൽ സെറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് പോകാം. ഫ്രണ്ടിലും ബാക്കിലും എങ്ങനെയാണ് ഡാഷ് ക്യാമിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്നുള്ളതും, ഒരു മെയിൻ ക്യാമറ, അതിൻ്റെ കണക്ഷൻ വയർ, പിന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമറ, അതിൻ്റെ കണക്ഷൻ വയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, ഇതിൻ്റെ പിടിപ്പിക്കാനുള്ള മൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും ഇത് ബാക്ക് ക്യാമറയുടെ വന്നിട്ടുള്ള സ്ക്രൂവും മൗണ്ടും കാര്യങ്ങളും. ഓക്കെ, ഇതൊരു എനിക്ക് തോന്നുന്നു ഡബിൾ സൈഡ് ടേപ്പ് പോലത്തെ എന്തോ ഒരു ടേപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പിടിപ്പിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ഫ്രണ്ട് ക്യാമറ ഈ ഒരു പോർഷനിൽ വന്നിട്ട് അതിൻ്റെ വയർ നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ കൂടെ വയർ വന്ന് അത് ഇതിലേ വന്ന് നമുക്ക് ഈ വയർ ഇങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഇതിലേ കൊണ്ടുവന്ന് ഇവിടേക്ക് കണക്ഷൻ വരണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വയറും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വേണം വരാനായിട്ട്. നമുക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു അപാകതയാണല്ലോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം, എത്രത്തോളം സക്സസ്ഫുൾ ആവും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അതിൽ പിടിപ്പിച്ച് നോക്കാം. ആദ്യം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതെടുത്ത് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഓൾറെഡി അതിനകത്ത് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്തു, വണ്ടി ഓണായി, സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് റെക്കോർഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു പോർഷനിലായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. സെറ്റ് ചെയ്യാനായിട്ടൊന്നും നമ്മൾ അറിയണ്ട, ചുമ്മാ ഇതിങ്ങനെ ഒട്ടിക്കുക. അതേ ഇവിടെ ഒരു ലോക്കുണ്ട്, അത് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി, പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പോരത്തില്ല. പിന്നെ ഇത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങോട്ടാണോ കുറച്ച് താഴ്ത്തണോ പൊക്കണോ എന്നുള്ളത് അഡ്ജസ്റ്റ്. ഇവിടുത്തെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഈ ഒരു പോർഷനിലൊരു ലോക്കുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു വയർ ഹൈഡ് ചെയ്യുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ കൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗ്യാപ്പ് കണ്ടെത്തി നമ്മൾ ഇങ്ങനെ കറക്കി ഇവിടെ എത്തിക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ബാക്കി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോരട്ടെ. നമുക്ക് കൈ കൊണ്ട് നമുക്ക് താത്തുമ്പോൾ തന്നെ അത് കുറച്ച് വിടർന്ന് പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വയർ കയറി പോരും. അപ്പോൾ അതൊന്നുകൊണ്ടും പേടിക്കണ്ട, വയർ നമുക്ക് ഹൈഡ് ചെയ്യാമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഈ ഒരു പോർഷനിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് പാടുണ്ടാവും. നമുക്ക് നോക്കാം, ആദ്യം നമുക്ക് വയർ ഇവിടെ എത്തിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വയർ ഇവിടെ കുറച്ച് കാണുന്നുണ്ട്, അത് കുഴപ്പമില്ല. ബാക്കിയൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹൈഡ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വയർ ഹൈഡായിട്ടിരിക്കുമ്പോൾ കുറച്ച് വൃത്തികേടായാലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി. അപ്പോൾ അതിലൂടെ കയറ്റി വിട്ടു. പിന്നെ ബാക്കി വന്ന വയർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തിനു വെച്ച ടൂളാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വയറിന് വേണ്ടിയിട്ട് തന്നെ വെച്ചായിരിക്കും. ഇത് വെച്ച് ഇങ്ങനെ അകത്താൻ പാകത്തിനുള്ള ടൂളാണ്, അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താഴത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇത് സിമ്പിളായിട്ട് കൊണ്ടോട്ടെ. ഇത് നമുക്കിങ്ങനെ ചുമ്മാ കയറ്റി വിട്ട് കഴിഞ്ഞാൽ വയറും കയറി പോകുള്ളൂ, കണ്ടോ? ഓക്കെ, അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ അവിടം വരെ താഴെ വരെ എത്തിച്ചിട്ട് ഞാൻ എങ്ങനെ ഇങ്ങോട്ടേക്കുള്ള കണക്ഷൻ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇതുവഴി കൊണ്ടുവന്ന് അതായത് ഇങ്ങനെ വന്നത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലോ ബോക്സിൻ്റെ അടിയിൽ കൂടെ വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ അതും കൂടി നോക്കാം നമുക്ക് എങ്ങനെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രയത്നം സക്സസ് ആയിട്ടുണ്ട്. റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വയർ ഞാൻ ഇവിടെ വരെ വന്നത് പറഞ്ഞല്ലോ, ഇവിടുന്ന് ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, അതെങ്ങനെ പോയി എന്നൊന്നും ചോദിക്കരുത്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ക്യാം കൊടുക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു കണക്ഷൻ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു സെയിം പോയിന്റിലൂടെ തന്നെ വരണം. ഇതിലൂടെ തന്നെ വന്ന് ഇവിടെ നിന്ന് ഈ പോയിന്റിലൂടെ ഇത് പാസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം, ബാക്കിൽ വരണം. നമുക്ക് ഒന്നെങ്കിൽ ആ ഗ്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ക്യാമറ ഗ്ലാസ്സിൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നമുക്ക് ഇവിടെ വല്ലതും കൊടുക്കേണ്ടി വരും. വാട്ടർ പ്രൂഫൊക്കെയാണ് ക്യാമറ പറയുന്നത്, പക്ഷേ ഇവിടെ കൊടുക്കലായിരുന്നു ബെറ്റർ. നോക്കാം, നമുക്ക് ഇവിടെ പക്കയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്കുള്ള വഴി ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ആ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ബാക്ക് ക്യാമറ നമ്മുടെ ഫ്രണ്ട് ക്യാമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ക്യാമിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് ബാക്ക് ക്യാമിൻ്റെ ആ ഒരു കണക്ഷൻ പോയിന്റ് വരുന്നത്. അഥവാ ഈ ഒരു പ്ലഗ് ഇൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ വന്നത് നേരത്തെ കൊടുത്ത പോലെ ഈ ഒരു പോർഷനിൽ കൂടെ തന്നെ വരണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് ബാക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിന് ഈ വയറിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ കണക്ഷൻ വെടിയിപ്പിച്ച് ക്യാമറ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്യാമറ കൊണ്ടുപോയി നമുക്ക് പറ്റുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യാം. നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് വയറിൻ്റെ കണക്ഷൻ നമുക്ക് എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതിനകത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഒട്ടിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനാണ്. മെറ്റൽ പീസിൽ എത്രത്തോളം ഒട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഒട്ടിയില്ലെങ്കിൽ പണി പാളും. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കഴിയുമ്പോൾ അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വയർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എത്രത്തോളം എന്നെ സംബന്ധിച്ച് പോസിബിൾ ആണെന്ന് അറിയാത്ത കാരണം ഞാൻ ഈ ഒരു റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ കരുതുന്നത്. അപ്പോൾ ഇത്രയും വയർ ഇങ്ങനെ വിസിബിൾ ആയിരിക്കും. ബാക്കിലായതുകൊണ്ടും ഡിക്കി തുറക്കുന്ന സമയത്തെ കാണുമെന്നുള്ളത് കൊണ്ടും വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്ത് തുടങ്ങാമല്ലേ. ഫ്രണ്ട് ക്യാമിൻ്റെ കണക്ഷൻ കൊടുത്ത പോലെ തന്നെ ആ ഒരു വയർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൺസോൾ ചെയ്തെടുത്ത് ഈ ഒരു പോർഷനിൽ കൂടെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മേളിലേക്കാണ് പോകേണ്ടത്. ഫ്രണ്ട് ക്യാമിൻ്റെ താഴത്തേക്കാണ് പോയത്. നമുക്ക് ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ മേളിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു പാഡിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ബീഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ എത്തിക്കണം. സംഭവം സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിവിടാൻ നമ്മൾ ചുമ്മാ ഒരു ജെൻറ്റിൽ പുഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകാനായിട്ട്. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം കൂടി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് കുറച്ചധികമുണ്ട്. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് നമുക്ക് അത്യാവശ്യമുള്ള വയർ മാത്രം നമുക്ക് പുറത്ത് കാണിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവൊന്നും എടുത്തിട്ട് ടൈ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്തത് ഞാൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനോ വേണ്ടി ഇവിടെ ഒരു ഗ്യാപ്പ്, എന്തിനു വേണ്ടിയല്ല, ഈ ഒരു ചൈൽഡ് സീറ്റ് ബെൽറ്റിൻ്റെ ഇതിനു വേണ്ടി കൊടുത്തേക്കണതാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് കയറ്റി വയ്ക്കാം തൽക്കാലം. ഇപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാലൻസും കൂടെ ഇവിടെ വരെ എത്തിച്ചിട്ട് നമുക്ക് കണക്ഷൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാണാമെന്ന് കരുതുന്നു. ഞാനപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഒരു ഹോളിനകത്ത് കയറ്റി വിട്ട് ബാക്കി വയർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇവിടെ എത്തിക്കാം. ഇവിടെ എത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ റബ്ബറിൻ്റെ ഉള്ളിലൂടെ, ഈ റബ്ബർ കൺസോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറ്റി വിടാൻ പറ്റും. ആ വയർ ഇതിൽ കൂടെ ഇവിടെ എത്തിച്ചാൽ മതി. ഓക്കെ, ഞാൻ കുറച്ച് കയറ്റി ബാക്കിയും കൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ട് അതിൻ്റെ സംഭവം, അതിൻ്റെ കണക്ഷൻ പോയിൻ്റ് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കിലത്തെ ക്യാമറ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് വയറുകളെല്ലാം പാഡിൻ്റെ ഉള്ളിലൂടെയും റബ്ബർ ബുഷിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറ്റി വിട്ട് മാക്സിമം ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വള്ളി എന്തായാലും പുറത്ത് കാണും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ കൂടെ പുറത്തെടുത്ത് ഇതിൽ കൂടെ വന്ന് ഇതിനകത്ത് ഈ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഈ പാഡൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ശാസ്ത്രീയമായിട്ട് വരുമെന്നറിയാത്തത് കൊണ്ടിട്ട് ഞാൻ ആ പാഡ് റിമൂവ് ചെയ്തിട്ടില്ല. കുറച്ച് വള്ളി പുറത്ത് കണ്ടാലും കുഴപ്പമില്ല. ഇത് ബാക്ക് വശത്ത് ആയതുകൊണ്ടും വലിയ വൃത്തികേടൊന്നുമില്ല. അത് നമ്മൾ അടച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ
നമുക്കിത് പുറത്തു കൊടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കാശ് വരും. അത് പ്രത്യേകിച്ച് ഇവിടെ ആകുമ്പോൾ നല്ല രീതിക്ക് കാശ് വരും. അപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതും ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ക്യാമറയിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ വ്യൂ. ഫ്രണ്ടും ബാക്കും നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കാറിലൊരു ഡാഷ് ക്യാം വെക്കുന്നത് മസ്റ്റാണ്. നമ്മുടെ മുമ്പിലേക്ക് ആയാലും വന്ന് ചാടുമോ, അത് നമ്മുടെ കുറ്റം കൊണ്ടായാലും മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടായാലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണ സമയത്ത് നമുക്കത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. എനിക്ക് അറിയാവുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ കൂടെ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.